ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന മസാലയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മസാല വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. പൊടിയുണ്ടെങ്കിൽ പൊടി യൂസ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. അതും 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇത് അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു ചെറിയ ചുമന്നുള്ളി. ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി അരയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ചേർക്കാനുള്ളത് 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ചേർക്കാനുള്ളത് ഒന്നെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരല്പം വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് നന്നായിട്ട് മീനൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ട് അതിലേക്ക് ഈ മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം. മീൻ നമുക്ക് നന്നായിട്ട് തന്നെ വരയുക. അപ്പം നല്ല ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ നന്നായിട്ട് വരഞ്ഞെടുക്കുന്നത്. ഇത് ഒന്നെങ്കിൽ നമുക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ഒട്ടും തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ മീനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ വറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീൻ നമ്മൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അടപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും. പുറം ഭാഗം അങ്ങ് ഒരുപാടങ്ങ് ക്രിസ്പി ആവത്തില്ല, അങ്ങ് കരിഞ്ഞ പോലെ അങ്ങ് വരത്തില്ല. നന്നായിട്ടത് നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. ആ ഒരു രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കീറിയത് മീൻ വറുക്കുന്ന കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പച്ചമുളക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം മീനൊക്കെ 2 സൈഡും നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഓയിലിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റുന്ന ടൈമിലും ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ഹൈ ആക്കി വെക്കുക. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും കുടിക്കില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ മീൻ മേടിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ ചെയ്യുന്ന മസാലയിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്